ഞാൻ കുത്തിയിരുന്ന് ചിത്രം വരയ്ക്കായിരുന്നു. അപ്പോൾ വളരെയധികം എനിക്ക് വിഷമം വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തടി നിന്റെ പ്രശ്നം? കണ്ണൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് വിതുമ്പുന്നു ഗൈസ്, വിതുമ്പുന്നു. പക്ഷെ കണ്ണുനീർത്തുള്ളി മാത്രം വരുന്നില്ല, വിതുമ്പൽ നല്ല ഏക്കത്തിന് നടക്കുന്നുണ്ട്. മൂക്കുട്ടിയാണെങ്കിലോ വലിച്ചു കയറ്റുന്നുണ്ട് നന്നായിട്ട്. കണ്ണനോട് ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയാൻ വയ്യാത്ത അവസ്ഥയിലാണെന്ന് ആണ് ഈ ട്രോപ്പുകാർ പറയുന്നത്. എന്ത് കണ്ണ ഇങ്ങനെ? എടി നിന്റെ ഊടായ്പ് നാടകം കണ്ടു കണ്ടു മടുത്തടി ചൂല. ഇനിയെങ്കിലും ഇതൊന്നും മാറ്റിപ്പിടിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്തത് ആലോചിക്കുകയാണ് അവിടെ ഇരുന്ന്. അപ്പം നിങ്ങൾ ആ വായ കൊണ്ടുള്ള ഒരു ഗോഷ്ടി ഉണ്ട്. കണ്ണൻ്റെ ഫോട്ടോൻ്റെ മുഖത്ത് ഇങ്ങനെ ചാരി വെച്ചിട്ട് എന്താ പറയണ്ടേന്ന് ആലോചിക്കുക. എന്നിട്ട് ആ ഒരു വായ കൊണ്ടുള്ള ഒരു ഗോഷ്ടി, അത് പ്രത്യേകം ആ മുദ്ര, ഏകമുദ്ര, വിമുദ്ര. അപ്പോൾ ആ മുദ്ര പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണീരൊന്നും വന്നില്ല, പക്ഷെ കണ്ണ് തുടിക്കുന്നുണ്ട്, പൂക്കുട്ടയും വലിച്ചു കയറ്റുന്നുണ്ട്. ജന്തു, ഇത്രമേൽ സങ്കടം വരാൻ എനിക്ക് അറിഞ്ഞുകൂടുന്നു. പിന്നെ എന്തിനാടി വന്നിരുന്നു മോങ്ങി കാണിക്കുന്നത്? സങ്കടത്തിന്റെ കാരണം അറിഞ്ഞൂടത്ര. അവളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവൾ എന്തായി മാറുമായിരുന്നു, ഏതായി മാറുമായിരുന്നു എന്ന് അവൾക്ക് അറിഞ്ഞൂടത്രേ. അതാണ് അവൾ പറയുന്നത്. എൻ്റെ കണ്ണ, നിന്റെ ഒരു രീതി ഓർത്ത് ഞങ്ങൾ വിഷമിക്കുന്നു. പലരും പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ഒരു 9ാം ക്ലാസ്സുകാരി, ഈ 9ാം ക്ലാസ്സുകാരിയെ ലോകമൊട്ടുക്കും അറിയപ്പെടുന്ന ചിത്രകാരിയാക്കിയത് അല്ല, കുപ്രസിദ്ധ ഹണി ട്രാപ്പുകാരിയാക്കിയത്. എടീ, അങ്ങനെ തിരുത്തി പറയണം നീ. കുപ്രസിദ്ധ ഹണി ട്രാപ്പുകാരി, അതാണ് നിനക്ക് യോജിച്ച, ഏറ്റവും യോജിച്ച പേരെന്ന് പറയുന്നത്. അതാണ്ടി പുല്ലേ. കൂടുതലൊന്നും ഇവള് കണ്ണനോട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ണൻ മടി കൂടാതെ സാധിപ്പിച്ചു കൊടുത്തത്രേ. മതിയടി മതി, അത്യാവശ്യമൊക്കെ കിട്ടിയിട്ടില്ലേ, ഇനി ഒരു ഓരത്ത് കുത്തിയിരി, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. വിഷമിപ്പിക്കാതെ തളർത്താതെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ കണ്ണൻ സാധിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എടി, കണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കൊട്ടുപോലെ നിനക്ക് വേറെ ആർക്കിടയിലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ കൊട്ടുന്നത് പോലും ഒന്നുമല്ല. എന്തൊരു കൊട്ടാടി നിന്നെ കൊട്ടിയത്? നീ ഇമ്മാതിരി ചെണ്ടാണോ? നീ വന്നവർക്കിടെയും പോണവർക്കിടെയും ഒക്കെ കൊട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ. എടി, ഇന്നാണോ ഇല്ലേടി നിനക്ക്? അതെനിക്ക് ചോദിക്കാനുള്ളത്. വഴിയെ പോകുന്നവരെല്ലാം ഇട്ട് കൊട്ടാൻ ഉള്ള ചെണ്ടയല്ലേടി നീ? അപ്പം നിന്റെ പേര് വഴിയിൽ കിടക്കുന്ന ചെണ്ട എന്നാക്കണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കിടന്നു പോകുന്നത് വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണെന്നാണ് ഊടായ്പ ഹണി ട്രാപ്പുകാരി ഭക്തകുജയിലെത്തി പറയുന്നത്. അവളുടെ മനസ്സിലൊരു സംഭവം ഉണ്ടായിട്ട് അവൾക്ക് പുറത്തേക്ക് പറയാൻ പറ്റാത്ത വീങ്ങി പൊട്ടുന്ന ഒരു സംഭവം അല്ലേ എന്നാണ് പറയുന്നത്. ഇവക്കടെ മനസ്സിലെ സംഭവങ്ങൾ എല്ലാം വന്ന് അവക്കടെ ആ ഒരു ക്ലോസറ്റ് വായിൽ കൂടി, അവളുടെ വിസർജ്യം മുഴുവൻ അവളുടെ ക്ലോസറ്റ് വായിൽ കൂടി ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഭൂലോകത്തിലേക്ക് തുപ്പിയത് എത്ര വലിയ മാലിന്യമാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കപട ഹണി ട്രാപ്പുകാരി പറയുകയാണ് അവൾക്കിടെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടിയിട്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മറ്റുള്ളവരെ നിഗ്രഹിക്കാൻ വേണ്ടി അവരുടെ പുറകെ നടന്ന് കേസ് കൊടുത്ത് ഉപദ്രവിക്കുന്ന ഈ നായിന്റെ മോള് വിങ്ങിപ്പൊട്ടലായിരുന്നു അത്ര. വിങ്ങിപ്പൊട്ടൽ എവിടെ പൊട്ടി അവക്കടെ? ഇവരുടെ പൊട്ടൽ മൊത്തം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മറ്റുള്ളവരുടെ ഫോട്ടോ വെച്ചിട്ട് കേസ് കൊടുക്കുന്നു. ആരെങ്കിലും ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണ്. അവരുടെ ഫോട്ടോ സഹിതം, കുടുംബ ഫോട്ടോ, ഫാമിലി ഫോട്ടോ, അതെവിടെ നിന്നൊക്കെ കിട്ടുമെങ്കിലും എടുത്തോണ്ടെന്ന് വെച്ചിട്ട് ഇവള് ചെയ്യുന്ന ചെറ്റത്തരം. എനിക്ക് പറയാനുള്ളത്, ഈ കമന്റ് ഇടുന്നവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇമ്മാതിരി ചെറ്റത്തരം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പോയി കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്ക്. ഇവൾക്ക് ആര് കൊടുത്തു അതിനുള്ള റൈറ്റ്സ്? അതാണ് ചോദിക്കുന്നത്. ആരാ കൊടുത്തത്? കമന്റ് ഇടുന്നവരുടെ ഫോട്ടോ കൊണ്ടൊന്ന് വെച്ചിട്ട് അവർക്കിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനായിട്ട് ആരാ ഇവൾക്ക് റൈറ്റ്സ് കൊടുത്തത്? എന്നിട്ട് ഇവൾ കടന്നു പോകുന്നതും വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണെന്ന്. അത് ഏത് സിറ്റുവേഷൻ ഡി ഒന്ന് പറയടി. കണ്ണൻ അവളോടുള്ള സ്നേഹം വെളിപ്പെടുത്താൻ മണിക്കൂറുകൾ മാത്രമേ അവളുടെ ലൈഫിലുള്ളൂ എന്നാണ് പറയുന്നത്. എവിടേക്കാ പോക്കെന്ന് മനസ്സിലായി. തള്ളു തള്ളു. എന്നിട്ട് ഞങ്ങളൊക്കെ കണ്ടത് ഈ ലൈഫിൽ ഇത് വെളിപ്പെടുത്താനായിട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കാൻ ഗുരുവായൂരിന്ന് തല്ലിയോടിക്കുന്ന കാഴ്ചയാണല്ലോ ഭഗവാനെ കൃഷ്ണ ഞങ്ങൾ കണ്ടത്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച. ആഹാ,
ഗുരുവായൂരത്തെ ഭക്തജനങ്ങൾ ഒന്നടങ്കാണ് ഇവളുടെ ഈ ഡാഷിന്റെ മോൾക്കടെ വലിയ കേസ് കൊടുത്തത്. ഗുരുവായൂരിന്ന് ആളുകൾ അടിച്ചില്ല, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചെയ്യാനുള്ളത് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, അത്ര വലിയ ധൈര്യവതിയാണെങ്കിൽ നീ പോയി ഗുരുവായൂർ പോയി വീണ്ടും റീലിട്ട് കാണിക്ക്. അതാണ്ടി ചങ്കുറ്റം. അങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. നീ പോയിട്ടൊന്ന് കാണിക്കടി. വെല്ലുവിളിക്കുകയാണ്, പോയി ഒന്ന് കാണിക്കുക. നീ എല്ലാവരെയും വീട്ടിൽ കയറി അടിക്കുന്ന ആളല്ലേ, നീ ഒന്നുകൂടി പോയിട്ട് ഗുരുവായൂർ പോയിട്ട് ഒരു റീലിട്ട് കാണിക്കടി. നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവളാണെങ്കിൽ നീ പോയിട്ട് റീലിട്ട് കാണിക്കുക. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിനക്ക് 10 തന്തയാണുള്ളതെന്ന്. ഞാൻ അപ്പോൾ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു, നിനക്ക് 10 തന്തയടി, 10 തന്ത. എന്താ പറയണ്ടെന്ന് അവക്കറിയില്ല എന്നാണ് അവൾ പറയുന്നത്. എന്താടി നീ ഇങ്ങനെ പറയുന്നത്? കണ്ണനോട് എങ്ങനെയാണ് നന്ദി പറയുന്നത്? കണ്ണനോട് നീ നന്ദിയൊന്നും പറയണ്ട. കണ്ണൻ നിന്നെ ഓടിച്ചിട്ട കഥ ഇവിടെ എല്ലാവർക്കും അറിയാം. കണ്ണൻ്റെ മുമ്പിൽ ഇനി കണ്ടുപോരുതെന്നും പറഞ്ഞിട്ട് ഗുരുവായൂരിൽ നിന്നെ കയറ്റി വിട്ടത് റോക്കറ്റിലല്ലേടി? റോക്കറ്റിൽ വിമാനത്തിൽ പോലും അല്ല, റോക്കറ്റിൽ പോയ ആളാണ് നീ ശൂന്യാകാശത്തേക്ക്. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഗുരുവായൂർക്ക് പാടി. അതാ പറയാനുള്ളത്. നീ ഗുരുവായൂർക്ക് പാടി. നമുക്ക് റീൽസ് എടുക്കണ്ടേ, നമുക്കൊന്ന് കാണണ്ടേ കുട്ട? നമുക്ക് ഗുരുവായൂർ വെച്ചൊന്നുകൂടി ഒന്ന് കണ്ടാലോ? എന്താ പറയുന്ന? പാടി കാണാം. കൊത്തിയിട്ടോ നിന്നെ, നിന്റെ മാമിനെ. ബെസനം വള്ളി സജിനയും അവളുടെ കൂട്ടിക്കൊടുപ്പുകാരൻ മ്യാമനും. അപ്പം മ്യാമനും മോളും കൂടി ഇപ്പം 2 ദിവസമായിട്ട് ലൈവ് ഒരു മുക്കും. എന്തിനാണ് ഈ കഷ്ടപ്പാടിന് പോണത്? അപ്പം ഇത്രയേറെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ കണ്ണൻ്റെ മതത്തിൽ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ പന്ന നായിൻ്റെ മോള് പറയുന്ന മറുപടി കേട്ടോ, ഏതിനാണ് മതം എന്നാണ് ചോദിക്കുന്നത്. അപ്പ മാത്രം അവക്കും മതവും ഇല്ല, അല്ലാത്തപ്പം മതവും ഉണ്ട്. തലയിൽ തട്ടമിട്ട മതം ഞമ്മൻ്റെ മതേ. അപ്പം കണ്ണൻ്റെ ഫോട്ടോ വിട്ടിട്ട് ഹിന്ദുക്കൾക്കിടെ പണം ഞണ്ണയും വേണം, അവർക്ക് തലയിൽ തട്ടവും ഇട്ട് ഞമ്മൻ്റെ മതത്തിൽ വിലസയും വേണം. ഇതാണ് പുള്ളിക്കാരിക്കിടെ ഉള്ളിലിരിക്കും. എടി കണ്ണനെ വിറ്റിട്ട് നീ അന്നം ഉണ്ണുന്നുണ്ടെങ്കിൽ, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ കണ്ണനെ വിറ്റ് ഞണ്ണുന്നുണ്ടെങ്കിൽ, നീ കണ്ണൻ്റെ മതത്തിലോട്ട് മാറിടിച്ചൂലേ? അതാണ്ട് അന്തസ്. അല്ലാതെ നിനക്ക് തലയിൽ തട്ടമിടയും വേണം, കണ്ണനെ വരയ്ക്കുകയും വേണം, അത് ഹിന്ദുക്കൾ വാങ്ങിക്കണം, എന്നിട്ട് ഹിന്ദുക്കളുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കണം. അതല്ലേടി ചൂലെ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജാതി നമ്പറാടി നിൻ്റെ കയ്യിൽ. പക്ഷെ നിൻ്റെ നമ്പറുകളൊക്കെ ഞങ്ങൾ തകർത്ത് തരുത്തും. അപ്പം ഇവളുടെ നാടകം നിങ്ങൾ നോക്കണേ. അവരുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമൊക്കെ വന്നിട്ടുണ്ട്. മതം എന്ന് പറയുന്നത് ഓരോരുത്തർക്കുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. മതം വേണ്ട, അത്ര മനുഷ്യരായാൽ മതിയെന്ന് എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. ഈ ഡാഷിൻ്റെ മോളാണ് ഈ പറയുന്നത്, നമുക്ക് മതം വേണ്ട, നമ്മൾ മനുഷ്യനായാൽ മതി. ഈ ഊടായ്പ് നായിൻ്റെ മോള് പറയുന്നത് മതത്തിൻ്റെ ചുറ്റുമതിലുകളില്ലാതെ മറ്റൊരു മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ മതമുണ്ടാകരുതെന്നാണ് പറയുന്നത്. നമ്മൾക്ക് മതമുണ്ടാകരുതത്രേ. എന്നിട്ട് ഈ നായിൻ്റെ മോള് എന്തോരം പേരെയാണ് സ്നേഹിച്ചത്. നിങ്ങൾ കണ്ടതല്ലേ? സ്നേഹിച്ചവള് അവരുടെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ സ്നേഹിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാടകങ്ങളാണോ വിളയിറക്കുന്നത്. ബലാത്ത ജാതി ഊടായ്പ്. ഞാൻ ഇങ്ങനെ ഒരു ഊടായ്പിനെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല പൊന്നോ. ഇനി അല്പം തള്ളി കേൾക്കാം. 9ാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കിയപ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല. അവർക്കാർക്കും എത്തിപ്പെടാൻ കഴിയാത്ത അത്രത്തോളം ഉയരത്തിൽ, അതായത് ഹിമാലയത്തിൻ്റെ മുകളിൽ അവൾ കയറി നിന്നു എന്നാണ് പറയുന്നത്. എന്തല്ലേ പൊങ്ങച്ചം? ബാക്കി പറയടി മോളെ നീ. അതാണ് 9ാം ക്ലാസ്സുകാരിയാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ എത്രത്തോളം ഉയരത്തിലെത്താൻ പറ്റണോ അത്രത്തോളം അതിൻ്റെ മേളിൽ ഈ ഇവളെത്തിയിട്ടുണ്ടെന്നാണ് ഇവൾ സ്വയം പറയുന്നത്. സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി. ചോദിപ്പിച്ച കാര്യങ്ങളൊക്കെ കണ്ണൻ സാധിച്ചു തന്നു. എന്നാൽ പിന്നെ ജനങ്ങൾ പറയുന്നുണ്ട് പോടി കണ്ണൻ്റെ മതത്തിലേക്കെന്ന്. പക്ഷെ അത് നിങ്ങൾ പറയരുത്. മതം എന്ന് പറയുന്നതേ എല്ലാവർക്കും വ്യക്തിപരമായ കാര്യങ്ങളാണത്രേ. ഇത് എവിടുത്തെ ന്യായടപ്പ? ഇങ്ങനെയും ന്യായമുണ്ടോ? മുട്ടാപ്പൂക്ക് ന്യായം അല്ലേ? മതത്തിൽ നിന്ന് പോവാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആരും പറയണ്ട ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് പോകില്ല. കണ്ണൻ്റെ ഫോട്ടോ വിറ്റിട്ട് എനിക്ക് ഞമ്മടിക്കാനുള്ള ആ പൈസ മാത്രം മതി. ഞാൻ എൻ്റെ മതത്തിൽ ഇങ്ങനെ തട്ടമിട്ട് വിലസി കണ്ണൻ്റെ ഫോട്ടോയും പിടിച്ചിട്ട് ഹിന്ദുക്കൾക്കിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. അതാണ് ഈ നായിൻ്റെ മോള് പറയുന്നത്. അപ്പം സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് ഹിന്ദുക്കളെ
ചെണ്ടയാക്കാനാണല്ലേ പരിപാടി. സമ്മതിക്കില്ലടി, സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ലടി. ചൂലെ നീ വാടി ഇങ്ങോട്ട്. അപ്പം ഈ ഡാഷിൻ്റെ മോള് പറയുന്നതേ, പുറത്തിറങ്ങി മാത്രം അവൾ തട്ടിടുള്ളൂ, വീട്ടിൻ്റെ അകത്ത് അവൾ തട്ടിടൂല. അതെന്താണെന്ന് അവൾക്ക് അറിഞ്ഞൂടാന്നാണ് പറയുന്നത്. അതാണ് ഗൈസ് അമ്നീഷ്യ. കണ്ണൻ്റെ ഫോട്ടോ പിടിച്ച് പുറത്തിറങ്ങുമ്പോൾ മാത്രം തട്ടും, ഒരു വരി വരുമ്പോൾ മാത്രം തട്ടും. ബാക്കി അവൾക്ക് വീട്ടിലിരിക്കുമ്പോൾ തട്ടവും വേണ്ട, തുണിയും വേണ്ട, ഒക്കെ വലിച്ചു പറിച്ച് കാട്ടിക്കളയും. അതാണ് അവൾ. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ സമുദായത്തിലെ സ്ത്രീകളൊക്കെ വീട്ടിൽ നിൽക്കുമ്പം തലയിൽ ഒരു തുണിയെങ്കിലും മുടിയുടെ കൂടെ ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവൾ എന്ത് തരം മുസ്ലിമാണോ എന്തോ, എന്തായിട്ട് വരൂടി നീ? കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ, കല്ലെടുത്തെറിഞ്ഞവരുടെ മുമ്പിൽ, പിന്നെ എന്താണ്ടൊക്കെ ആൾക്കാരൊക്കെ അവളെ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കിടയ്ക്ക് മുമ്പിൽ ഇവൾക്ക് തലയും ഉയർത്തിപ്പിടിച്ചിട്ട് അവർക്കിടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കണം. അപ്പം അങ്ങനെ ഒരു ദിവസം വരുമെന്നാണ് ഈ കള്ളനായിൻ്റെ മോള് പറയുന്നത്. ആ ദിവസം ഏതാന്ന് ഞങ്ങൾക്കറിയാം. എടി കാള വാല് പൊക്കുന്നത് കണ്ടാലറിയാം എന്തിനാണെന്ന്. നിൻ്റെ ഉടായ്പ നാടകം ഇവിടെ ആർക്കും അറിയാത്ത പോലെ. എടി നിൻ്റെ അടുത്ത തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന സംഭവം എന്താണെന്നും എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ ഇവിടെ നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ അടുത്ത ഉടായ്പുമായിട്ട് വാട്ടോ, നമുക്കത് പൊളിച്ച് കയ്യിൽ തരാം. വാ.